ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായി പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായങ്ങൾ നമ്മൾ പഠനം പൂർത്തിയാക്കി. വചനവ്യാഖ്യാനത്തിലൂടെയും വചന വിചിന്തനത്തിലൂടെയും 2 ഭാഗങ്ങളിലായി ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനവും വിചിന്തനവുമാണ് പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ എപ്പിസോഡിൽ 17-ാം അധ്യായത്തിൻ്റെ വചന വ്യാഖ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനം യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്കെല്ലാവർക്കും പൗരോഹിത്യം എന്ന ദൈവീക കൃപാവരത്തെ 2 തരത്തിലാണ് തിരുസഭാ മാതാവ് മനസ്സിലാക്കുന്നതും വിശദീകരിക്കുന്നതും. കോമൺ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് എന്നത് മാമുദീസ സ്വീകരിച്ച എല്ലാ കത്തോലിക്കരും സ്വീകരിക്കുന്ന പൊതു പൗരോഹിത്യമെന്നും, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് അഥവാ ശുശ്രൂഷ പൗരോഹിത്യം എന്നത് വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു മെത്രാൻ്റെ അഭിഷേകത്താൽ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നവർക്കായി മാത്രമുള്ള ശുശ്രൂഷ പൗരോഹിത്യവുമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വചനഭാഗത്തെ പുരോഹിത പ്രാർത്ഥന എന്ന പേരിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത്. തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യപ്രഭാഷണത്തെ തുടർന്ന് പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ അവിടുന്ന് ഹൃദയം തുറക്കുകയാണ്. പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ആത്മപ്രകാശനമാണ് എന്നതാണ് ഇതിലൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ, ബൈബിൾ വ്യാഖ്യാതാക്കൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യപ്രഭാഷണത്തിലാണ് ഞാനും നിങ്ങളും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ അന്ത്യപ്രഭാഷണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവിന് വ്യക്തമായി അറിയാമായിരുന്നു പിതാവായ ദൈവം 33-ാമത്തെ വയസ്സിൽ കാൽവരി കുരിശിൽ മരിക്കാനുള്ള നിയോഗവുമായിട്ടാണ് പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയും പല ആവർത്തി കർത്താവ് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒരു പ്രവചന രൂപേണ. പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8, 9, 10 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായുള്ള കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പ്രവചന ഭാഗങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും താൻ മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന കർത്താവ് തൻ്റെ അവസാന പ്രഭാഷണത്തിലൂടെ തൻ്റെ ശിഷ്യന്മാരോട് എപ്രകാരമാണ് രക്ഷാകരമായ ദൗത്യം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അഭിഷിക്തരായി തുടരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അന്ത്യപ്രഭാഷണങ്ങളിലൂടെ കർത്താവ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയും കർത്താവിൻ്റെ ഈ അന്ത്യപ്രഭാഷണങ്ങളെ തുടർന്ന് പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ ഈശോ ഹൃദയം തുറക്കുന്ന വചനഭാഗത്തെയാണ് 17-ാം അധ്യായത്തിൽ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ആത്മപ്രകാശനമാണ് എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയെ ഒരു വ്യക്തിയുടെ ആത്മപ്രകാശനം എന്ന് പറയുന്നത്? ഞാൻ എന്താണോ അത് എന്നെയും എൻ്റെ രഹസ്യങ്ങളും പൂർണ്ണമായും അറിയുന്ന
എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായും പ്രകാശിപ്പിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുക. മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെ ഒളിച്ചു വെക്കാൻ സാധിക്കും. എന്നാൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഒന്നും രഹസ്യമായിരിക്കുന്നില്ല എന്നും നമുക്കാർക്കും ഒന്നും ഒളിച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്നും മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആത്മപ്രകാശനം എന്ന വാക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ഡെഫിനിഷൻ എന്നോണം ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. നിത്യ പുരോഹിതനായ ഈശോയുടെ ആത്മപ്രകാശനം ഓരോ ക്രൈസ്തവനും മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളതാണ് ഇതിലൂടെ ബൈബിൾ വ്യാഖ്യാതാക്കൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്നാണ് പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നാണ് ഇതറിയപ്പെടുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇസ്രായേലിലെ പുരോഹിതരുടെയും നേതാക്കന്മാരുടെയും പ്രാർത്ഥന പഴയ നിയമത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും അവയോട് സാമ്യമുള്ളതുകൊണ്ടാണ് പുരോഹിത പ്രാർത്ഥന എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ നടത്തുന്ന ഈ പ്രാർത്ഥനയും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും ഒരു ഉദാഹരണം പറയാവേ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-33 അധ്യായങ്ങളിൽ മോശയുടെ ദീർഘമായ ഒരു പ്രാർത്ഥനയും ആശീർവാദവും രേഖപ്പെടുത്തിയിട്ടുള്ളതായി നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-33 അധ്യായങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഇവിടെ ദീർഘമായ 2 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ആശീർവാദവും നൽകിക്കൊണ്ടാണ് മോശ തൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആദ്യം കർത്താവ് തനിക്ക് വേണ്ടി തന്നെയും പിന്നീട് തൻ്റെ കുടുംബത്തിനു വേണ്ടിയും അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടിയും എന്ന രീതിയിലുള്ള അഹറോൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് സമാനമായ തരത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് കർത്താവിൻ്റെ പ്രാർത്ഥനയെയും യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയ്ക്ക് അഹറോൻ്റെ പ്രാർത്ഥനയും മോശയുടെ പ്രാർത്ഥനയുമായുള്ള ബന്ധമായി നമുക്ക് കാണാനായി സാധിക്കുന്നത്. അഹറോൻ ബലിയർപ്പിക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും അതിനുശേഷം ആ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിനു വേണ്ടിയിട്ടും ജനസമൂഹത്തിന് വേണ്ടിയിട്ടുമാണ് എന്നുള്ളത് നിയമാവർത്തന പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും പുരോഹിതനായ അഹറോൻ്റെ ഈ പ്രാർത്ഥനയുടെ ഘടന ഈശോയുടെ പ്രാർത്ഥനയിലും നമുക്ക് കാണാനായി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശോ ആദ്യം തനിക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. കണ്ടോ, ഈശോ ആദ്യം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. പിന്നീട് അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 17-ാം അധ്യായം തന്നെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമതായി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങൾ. ഇങ്ങനെ 3 വിഭാഗങ്ങളിലായി കർത്താവ് തൻ്റെ പ്രാർത്ഥനയെ ക്രമപ്പെടുത്തിയിരിക്കുന്നതായി അഹറോൻ്റെ ബലിയർപ്പണ പ്രാർത്ഥനയോട് ചേർത്ത് പഴയ നിയമത്തോട് സാമ്യപ്പെടുന്ന തരത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയെയും വിശദമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെയും ആദ്യം അവൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി തൻ്റെ കുടുംബമായ ശിഷ്യ സമൂഹത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി ആർക്കു വേണ്ടിയാണോ പുരോഹിതനായി ഉയർത്തപ്പെട്ടിരിക്കുന്നത് ആ ദൈവജനത്തിനു വേണ്ടി, പൊതുസമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം കർത്താവ് തൻ്റെ പ്രാർത്ഥനയെയും ക്രമപ്പെടുത്തിക്കൊണ്ടാണ് പിതാവായ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി തൻ്റെ അന്ത്യപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് സമർപ്പിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ പ്രാർത്ഥന പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ വിളിക്കുന്നത്. തനിക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രാർത്ഥിച്ച ഈശോ ബാക്കി ഭാഗം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് നീക്കിവച്ചിരിക്കുന്നത് എന്നുള്ളത് 1 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങളിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം 9 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളിൽ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി നീക്കിവച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷത എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്വാർത്ഥപരമായി പ്രാർത്ഥിക്കുന്നവരല്ലേ? എല്ലാവരെയും കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെയൊക്കെ കടന്നുവരവോടുകൂടെ റിന്യൂവൽ മിനിസ്ട്രി അഥവാ നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തി പ്രാപിച്ചതോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചും മാധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സവിശേഷതയെക്കുറിച്ചുമൊക്കെ നല്ല അവബോധം ഉണ്ടായിട്ടുണ്ട് വിശ്വാസി സമൂഹത്തിൽ വലിയ ഒരു വിഭാഗത്തിന്. എന്നാൽ പോലും ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറാറുണ്ട്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ എന്നുള്ളത് മാത്രമായി മാറുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് നാം ഇവിടെ പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അത് മാധ്യസ്ഥ പ്രാർത്ഥനയായി മാറുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിൽക്കുന്നവനാണ് പുരോഹിതൻ എന്നറിയപ്പെടുന്നത്. ഞാൻ ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് കൂദാശ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേയുള്ള ഒരു മധ്യസ്ഥനായി, മധ്യവർത്തിയായി നിലകൊള്ളേണ്ടവനാണ് എന്ന് തിരുസഭാ മാതാവ് എന്നെ ഓരോ നിമിഷത്തിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവജനത്തിനു വേണ്ടി ദൈവജനത്തോടൊപ്പം നിന്ന് ദൈവപിതാവിൻ്റെ മുൻപിൽ ബലിയർപ്പിക്കുന്നവനായി പുരോഹിതനെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിത്യ പുരോഹിതനും ഏക മധ്യസ്ഥനുമായി ഈശോ ശിഷ്യഗണത്തിനും വിശ്വാസികൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഇനി നമ്മൾ ഈ വചനത്തിൻ്റെ പദാനുപദമായ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. വ്യാഖ്യാനത്തിന് മുൻപായി ഈ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥനയായി അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ 3 ഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. അത് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനഭാഗം നമുക്ക് വായിക്കാം. ബൈബിള് കരുതിയിട്ടുള്ളവർ കൈകളിൽ നിന്ന് ബൈബിൾ എടുക്കാവോ? പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം തുറന്ന് അതിൽ നിന്നും 1 മുതൽ 8 വരെയുള്ള വചനഭാഗങ്ങൾ എന്നോടൊപ്പം വായിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കട്ടെ. ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. എന്തെന്നാൽ
പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെയുണ്ടായിരുന്ന മഹത്വത്തിൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയവരെല്ലാം അങ്ങയിൽ നിന്നുള്ളവരാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്കു നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വരുന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗമാണ് പരിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ 8 വചനങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ തനിക്കു വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയെന്നാണ്. ഈശോ തനിക്കു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് എന്ന് ആരംഭത്തിൽ തന്നെയും ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകുമെന്ന് കരുതുകയാണ്. പ്രബോധനങ്ങൾ അവസാനിപ്പിച്ച ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് കർത്താവിൻ്റെ പുരോഹിത പ്രാർത്ഥനയായി അറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. അതിൽ ആദ്യത്തെ 8 വാക്യങ്ങളിൽ അവൻ തനിക്കു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ വിവരണം പിതാവുമായുള്ള ഈശോയുടെ പുത്രനടുത്ത ബന്ധത്തെ പ്രകാശിപ്പിക്കുന്ന വചനഭാഗമായി പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്നറിയാവോ? ഈശോയുടെ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് നൽകിയ ഒരു മാതൃകയായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് താൻ പിതാവിൻ്റെ അടുക്കലേക്ക് മരിച്ചു ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാതൃക നൽകിക്കൊണ്ട് അവരോട് പറയാണ്, ഇങ്ങനെയാണ് കേട്ടോ പ്രാർത്ഥിക്കേണ്ടത്. ചിലരെങ്കിലുമൊക്കെ ബൈബിൾ കൺവെൻഷനുകൾക്കും മറ്റും പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ശുശ്രൂഷകൾ നടത്തുമ്പോൾ, ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് സെമിനാരിക്കാരും സിസ്റ്റേഴ്സും അതുപോലെ ആത്മായ സഹോദരങ്ങളൊക്കെ, അച്ഛാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കാൻ നമുക്ക് നല്ലൊരു മാതൃക ഈശോ തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. ഈശോയുടെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ആദ്യത്തെ 26 വാക്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ നൽകിയ മാതൃകയാണെന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുവനെന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിന് സമാനമായ തരത്തിലുള്ള പ്രാർത്ഥനയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആബാ പിതാവേ എന്ന് വിളിച്ചുള്ള കർത്താവിൻ്റെ കർത്തൃപ്രാർത്ഥനയാണ് എങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവൻ്റെ പുരോഹിത പ്രാർത്ഥനയാണ്. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാനാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അബ്ബാ എന്നാൽ അതൊരു അരമായിക്ക് വാക്കാണ്, ഒറിജിനൽ. ഈശോ സംസാരിച്ചിരുന്ന അരമായിക്ക് ഭാഷയിലുള്ള ചില വാക്കുകൾ ബൈബിളിൽ സുവിശേഷങ്ങളിൽ അങ്ങിങ്ങായി നമ്മൾ കാണുന്നുണ്ട്. കൊർബാൻ എന്ന വാക്ക്, തലീത്ത കൂം എന്ന വാക്ക്, യഫാത്ത എന്ന വാക്ക്, അബ്ബാ എന്ന വാക്ക്, ഇതൊക്കെയും അരമായിക്ക് ഭാഷയിലുള്ള വാക്കുകളാണ്. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ ഈശോയുടെ സ്വന്തം ഭാഷയായ കർത്താവിൻ്റെ മാതൃഭാഷ എന്നറിയപ്പെടുന്ന അരമായിക്ക് ഭാഷയിലുള്ള അതേ വാക്കുകൾ കടം കൊണ്ടെഴുതിയിരിക്കുന്നു. മലയാള പരിഭാഷയിലെ ബൈബിളിലും അപ്രകാരമുള്ള വാക്കുകൾ തന്നെയും നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് യേശുവിൻ്റെ തന്നെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ട അവൻ്റെ മാതൃഭാഷയായ അരമായിക്ക് ഭാഷയിലുള്ള വാക്കുകളാണ് എന്ന കാരണത്താലാണ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ
അവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്ന് നമ്മെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു മാതൃകാപരമായ ഈ ഒരു പ്രാർത്ഥനാ രീതിയിലൂടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലും അവിടുന്ന് ആവശ്യപ്പെടുന്നത് ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യണമെന്നാണ്. പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പല ആവർത്തി സുവിശേഷങ്ങളിലെ ഈശോയുടെ പ്രാർത്ഥനയിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ഈശോ പഠിപ്പിക്കുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് എപ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. കണ്ടോ? ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, പിതാവേ, അബ്ബാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവനെന്നാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ആബാ അനുഭവം ക്രിസ്തീയ പ്രാർത്ഥനയുടെ അന്തസത്തയാണ് എന്ന് ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആബാ അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് സ്വന്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ രീതിയായി മാറേണ്ടത് എന്ന് യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം പിതാവിനെ വിളിച്ച് ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയായി സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. തനിക്ക് വേണ്ടിയുള്ള ഈശോയുടെ ഈ പ്രാർത്ഥനയുടെ മുഖ്യ ലക്ഷ്യം ദൈവത്തിൻ്റെ മഹത്വീകരണമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. കാരണം എന്താണെന്നറിയാവോ? ഇത്രയും പറഞ്ഞതിനു ശേഷം ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തേണമേ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. നമ്മളും സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അറിയാതെ നമ്മുടെ കണ്ണുകൾ ഉയരുന്നു, നമ്മുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും സ്വർഗത്തിലേക്ക് ഉയരുന്ന ഒരു അനുഭവം, ആബാ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രാർത്ഥനയായി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരം ഒരു അനുഭവം ഞാനും നിങ്ങളും വിശ്വാസികൾ എന്ന നിലയിൽ സ്വന്തമാക്കണം എന്നുള്ള തിരുസഭാമാതാവിൻ്റെ ആഗ്രഹമാണ് യേശു കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമായി നമ്മൾ കാണുന്നത്. ഈശോയുടെ ജീവിതം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആ ജീവിതം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. പൂർത്തീകരണം സംഭവിക്കുന്നത് അവിടുത്തെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെയാണ് എന്നും നമുക്കറിയാം. അതിനെയാണ് തൻ്റെ മഹത്വീകരണമെന്ന് ഈശോ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. The glorification of Jesus happened at crucifix. At the crucifixion, അഥവാ കുരിശിലാണ് കർത്താവിൻ്റെ മഹത്വീകരണം നടന്നത് എന്ന് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം ഇവിടെ പ്രസ്താവ്യമാണ്. എൻ്റെ സമയമായിട്ടില്ല എന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയോട് പറയുന്ന കർത്താവ് പിന്നെയും ഏതാനും ചില അവസരങ്ങളിൽ അതേ വാക്യം ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. മൈ hour ഹാസ് നോട്ട് യെറ്റ് കം. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ സമയമാകുകയാണ്. എന്തിനു വേണ്ടിയുള്ള സമയമാണ്? അവൻ മഹത്വീകൃതനാകാനുള്ള, അവൻ മഹത്വപ്പെടാനുള്ള സമയമാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് മഹത്വീകരണം സംഭവിക്കുന്നത് കുരിശിലാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. അതിനെക്കുറിച്ച് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ മനസ്സിലാക്കുക തന്നെ ചെയ്യും.
അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവ തിരുസന്നിധികൾ സമർപ്പിക്കുമ്പോൾ അവൻ എപ്രകാരമാണോ നമുക്ക് വേണ്ടി തന്നെയും തൻ്റെ ജീവിതം സമർപ്പിച്ചത്, ഈ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ വേണം ഞാനും നിങ്ങളും ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കു വേണ്ടി കരങ്ങൾ ഉയർത്താൻ, കരങ്ങൾ കൂപ്പാൻ, മനമുയർത്താൻ, പ്രാർത്ഥനയിലായിരിക്കാൻ. ഈശോ നമ്മളെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ, ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഉള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വളരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാപരമായ ആശംസകൾ നേരുന്നു.